ഏതോ ഇറാന് അമേരിക്ക ഒരു അന്ത്യശാസനം നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു 10 ദിവസത്തിനുള്ളിൽ ഇറാൻ തിരിച്ച് കരാറിൽ ഒപ്പുവെച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അമേരിക്ക പറയുന്നത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറാനിൽ കയറി അറ്റാക്ക് ചെയ്യും, ഇറാൻ വലിയൊരു യുദ്ധ നടപടികളിലേക്കൊക്കെ നീങ്ങേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമേരിക്ക ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇറാൻ കുലുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വരുന്നത് വന്നോട്ടെ, ഞങ്ങൾ കണ്ടോളാം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കായിരുന്നു ഇറാൻ. പക്ഷേ ഇപ്പോൾ അമേരിക്കയിലെ പ്രശസ്തമായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ US-ന്റെ സംയുക്ത സേനാ മേധാവി ഡാൻ കെയ്ൻ എതിർത്തുവെന്നാണ് ഇത്തരം പ്രശസ്തമായ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് വലിയ വെനസ്വേലയിൽ കയറി അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ അത്ര നിസ്സാരമായിരിക്കില്ല ഇറാനോട് കളിച്ചാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത്. എന്താണ് അപ്പോൾ അമേരിക്കയിൽ തന്നെ രണ്ട് ചേരി ഇറാനിൽ കയറി ആഭ്യന്തര കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ തിരിയുകയാണോ? ഇതില് വിദ്യ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ അർത്ഥം യുദ്ധം ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. ഇനി നമ്മൾ അതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ടി വരില്ല. കാരണം സംസാരിക്കേണ്ടി വരും ഈ യുദ്ധഭീതി അമേരിക്ക സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഇരട്ടത്താപ്പുകളെക്കുറിച്ചും അത് പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുന്ന അനുരണനങ്ങളെക്കുറിച്ചും ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ചും ഒക്കെ എപ്പോഴും അത് പ്രസക്തമാണ്. കാരണം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കിട്ടുന്നത് അത്ര ചെറുതല്ലാത്തൊരു കാര്യമാണ്. സാധാരണഗതിയിൽ പശ്ചിമേഷ്യയിൽ അമേരിക്ക എല്ലാ കാലത്തും വിജയിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അമേരിക്കയുടെ വരുതിയിലേക്ക് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ എല്ലാ കാലത്തും അവർ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അത് ഇറാഖിലായാലും അഫ്ഗാനിലാണെങ്കിലും, അല്ലെങ്കിൽ മുമ്പ് അറബ് രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ടുള്ള പല നീക്കങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ അമേരിക്ക സൈനിക കേന്ദ്രങ്ങൾ കെട്ടിപ്പൊക്കിയതടക്കമുള്ള സകല വിഷയങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ അമേരിക്ക തീരുമാനിച്ച കാര്യങ്ങളിലൊക്കെ ഏറെക്കുറെ വിജയം വരിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ കാര്യങ്ങളിൽ. അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ പിടി എങ്ങനെ മുറുക്കണമെന്നതിനെക്കുറിച്ച് അവർക്കറിയാം. പക്ഷേ ഈ വിഷയത്തിൽ, ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ അമേരിക്കയ്ക്ക് അനിതസാധാരണമായിട്ടുള്ള ഒരു വലിയ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഘട്ടമെത്തിയിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള ഡാൻ കെയ്ൻ എന്ന് പറയുന്ന ജനറൽ ഡാൻ കെയ്ൻ, അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും നമ്മൾ ഇറാനെ ആക്രമിക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത് വാഷിങ്ടൺ പോസ്റ്റാണ് ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറയുന്നത് കേവലം ഒരു മഞ്ഞപത്രമോ അന്തിപത്രമോ ഒന്നുമല്ല. അമേരിക്കയിൽ അത്രയും പാരമ്പര്യമുള്ള, അത്രയധികം ജനങ്ങളിലേക്ക് എത്തുന്ന, അമേരിക്കയുടെ പല രാഷ്ട്രീയ കാര്യങ്ങളിലും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ചരിത്രമുള്ള ഒരു വലിയ മാധ്യമ സ്ഥാപനം തന്നെയാണ്. ലോകത്തെമ്പാടും അതിന് റീഡർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ആളുകൾ അതിനെ വാർത്തകൾക്കായി, ലോകമാധ്യമങ്ങൾ പോലും പ്രധാനപ്പെട്ട ഒരു വാർത്താ സോഴ്സായി ആക്സസ് ചെയ്യുന്ന ഒരു പത്രം തന്നെയാണ് ഒരു മാധ്യമം തന്നെയാണ് ഈ വാഷിങ്ടൺ പോസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാഷിങ്ടൺ പോസ്റ്റ് ഒരു വാർത്ത പുറത്തുവിടുന്നു. ആ വാർത്തയിൽ പറയുന്നത്, കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൗസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചില ഉന്നതരും അതോടൊപ്പം ഈ ജനറൽ ഡാൻ കെയ്നും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ആലോചനാ യോഗം ചെയ്തു. ആ യോഗത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്, ഈ ജനറൽ മുന്നോട്ട് വയ്ക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ആദ്യം തന്നെ പറയുന്നത്, ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് പോകരുത്. അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. ട്രംപിനോട് പറയാണ്, സാറേ, ഇറാനുമായിട്ട് നമ്മൾ ആക്രമിക്കാൻ പോകരുത്. അപ്പോൾ ട്രംപ് ചോദിക്കുകയാണ്, എന്താണ് അതിന് കാരണം പറയൂ. ഞാനിവിടെ കിടന്ന് ഇങ്ങനെ പറയുകയാണ്, എല്ലാ ദിവസവും യുദ്ധം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ആരുമായിട്ട് യുദ്ധത്തിന് പോകുന്നില്ല, അതിനുവേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല, എന്താണ് അതിൻ്റെ കാരണം? ഞാനല്ലേ ഭരണാധികാരി, ഞാൻ പറയുന്നതല്ലേ നിങ്ങൾ കേൾക്കേണ്ടത് എന്ന നിലയിലേക്ക് ട്രംപ് ചോദിക്കുമ്പോൾ ഈ ജനറൽ പറയുന്നത്, അങ്ങനെയല്ല സാറേ കാര്യങ്ങൾ, ഇച്ചിരി പ്രശ്നമാണ്. എന്താണ് പ്രശ്നം എന്നതിന് നിരവധി കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പക്ഷേ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്നൊരു കാരണമാണ്. എന്താണെന്നറിയോ? ആ കാരണം, അമേരിക്കയുടെ കയ്യിൽ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളില്ല. തീർത്തുമില്ല എന്നല്ല, ഇറാനെപ്പോലൊരു രാജ്യത്തോട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റുമുട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കുന്തവും അമേരിക്കയുടെ പക്കലില്ല എന്ന് അദ്ദേഹം തീർത്ത് പറയുന്നു. അതിന് കാരണവുമുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഏതാണ്ട് 2-2.5 വർഷക്കാലമായിട്ട് ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ. അതുപോലെ തന്നെ ഇസ്രായേലിനെ, ഹമാസിനെ ആക്രമിക്കാൻ, ഗസയെ വെണ്ണീറാക്കാൻ വേണ്ടി കുറേ കാലമായിട്ട് സഹായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സ്വന്തം കയ്യിലെ ആയുധ ശേഖരത്തിൽ നിന്നെടുത്താണ് ഈ വീശുന്നത്. കുറേ ആയുധങ്ങളെടുത്ത് ഈ സമുദ്രത്തിൽ, ഇപ്പം ഈ USS എബ്രഹാം ലിങ്കൻ്റെ കൂടെ കൊടുത്തു വിട്ടു, USS ജെറാൾഡ് ഫോറിലേക്കും കുറേ കൊടുത്തു.
അതൊക്കെ ഉപ്പുകാറ്റും പിടിച്ച് അവിടെ കിടക്കുകയാണ്. അപ്പം നിലവിൽ അമേരിക്കയുടെ ആയുധപ്പുര തുറന്നു നോക്കുമ്പോൾ ഇറാൻ്റെ കയ്യിലുള്ള ആയുധങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ആയുധങ്ങൾ വെച്ചുകൊണ്ട് ഇറാനെ കീഴടക്കാം അല്ലെങ്കിൽ ഇറാനെ പരിപൂർണമായി ഇല്ലാതാക്കാം എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻ കെയ്ൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ഇറാനെ ആക്രമിക്കുമ്പോൾ അതിൻ്റെ സങ്കീർണത, യു എസിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ആയുധത്തിൻ്റെ അഭാവം, ആയുധശേഖരത്തിൻ്റെ അഭാവം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യാഘാതങ്ങൾ, അപകട സാധ്യതകൾ എന്നിവയെക്കുറിച്ചും പരിഗണിക്കണം. അതായത് ഇറാനെ ഞങ്ങളിപ്പോൾ ആക്രമിച്ച് തീർക്കുമെന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് അവിടെ പോയി ബോംബ് വിട്ട് തകർത്ത് ഇറാനെ പിടിച്ചെടുക്കുന്നതല്ല സ്വപ്നം കാണേണ്ടത്. മറിച്ച് ഈ സ്വപ്നം കാണുന്നതിൻ്റെ കൂടെ ദ്വിതീയ പ്രത്യാഘാതം എന്ന് മലയാളത്തിൽ പറയാവുന്ന, അതായത് രണ്ട് വശത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകും, അങ്ങോട്ടൊരടി അടിച്ചാൽ ഇങ്ങോട്ടും കിട്ടുമെന്നുള്ളത് കൂടി ചിന്തിച്ചിട്ട് വേണം ഇറാനുമായിട്ടുള്ള യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ ഇറാനുമായിട്ടുള്ള യുദ്ധകാര്യങ്ങൾക്ക് രൂപം കൊടുക്കാനെന്നാണ് വളരെ കൃത്യമായിട്ട് ഡാൻ കെയ്ൻ ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഇറാനുമായി ഏറ്റുമുട്ടുന്നതിനായി ഇറങ്ങിത്തിരിച്ച ഡൊണാൾഡ് ട്രംപിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ തിരിച്ചടി അമേരിക്കയിൽ നിന്ന് കിട്ടുന്നത് ഇത് ഒരു പക്ഷേ ആദ്യമായിരിക്കും. വെനസ്വലയിലേക്ക് പോയി പിടിച്ചെടുത്തതുപോലെ എളുപ്പമാണ് ഇറാനെ കയറി ആക്രമിച്ച് അവിടെ നിന്ന് ഖാംനെയെ പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊരു ബോധോദയം ട്രംപിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹം ലക്ഷ്യമിട്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതു ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടിരുന്നതാണ് അമേരിക്കയിലായി ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം. അതിൽ 10ഓളം ചാര സംഘടനകളെ പല പല സമയങ്ങളിലായി ഇറാനിലേക്ക് കടത്തിവിടുകയും അമേരിക്ക ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ സംഭവിച്ചിട്ടും ഇറാൻ അതിനെയെല്ലാം പ്രതിരോധിക്കുന്നു. ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ സ്വന്തമായി പിടിച്ച് തിരിച്ച് അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു. ഖാമനി വന്നിട്ട് എല്ലാവരോടും രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ അവിടെ ഇറാൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കയ്യിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ എന്നിട്ടും ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്തും ഇറാൻ അന്നും ഉറച്ചു നിൽക്കുന്നത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നൊരു നിലപാടിലാണ്. അപ്പോൾ തിരിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ അമേരിക്കയിലേക്ക് ഇതുപോലെ ചാരസംഘടനകളെ ഇറാൻ അയച്ചിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ ഇറാൻ ഈ പറയുന്ന കാര്യങ്ങൾ അമേരിക്കയുടെ കയ്യിൽ കാര്യമായിട്ടുള്ള ആയുധ ശേഖരമൊന്നും ഇല്ല എന്നൊരു ധൈര്യം ഇറാന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഇപ്പോൾ ചാരന്മാരെ ഉപയോഗിച്ച് അമേരിക്കയ്ക്കുള്ളിലെ രഹസ്യങ്ങൾ കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾക്ക് പരിശോധിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇറാനോ അമേരിക്കയോ ഒക്കെയാണ് അത് വെളിപ്പെടുത്തേണ്ടത്. പക്ഷേ അമേരിക്കയുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇറാന്റെ പക്കലുണ്ട്. അല്ലെങ്കിൽ ഇറാൻ ഇത്രയും തുറന്ന് അമേരിക്കയെ എതിർക്കില്ല. അമേരിക്ക ഒരു വശത്ത് ശക്തമായിട്ട് ഇറാനെ ആക്രമിക്കും, നിങ്ങൾ സറണ്ടർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇറാൻ അതിന് സാധിക്കില്ല, നിങ്ങൾ പോയി പണി നോക്കൂ എന്ന് പറയണമെങ്കിൽ തങ്ങൾക്ക് അമേരിക്കയെ ഡിഫീറ്റ് ചെയ്യാനുള്ള കരുത്തുണ്ട് എന്ന ബോധ്യം ഇറാൻ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യ, അത് മറ്റൊന്നുമല്ല, അത് ഈ പറയുന്ന അമേരിക്കയുടെ നിലവിലെ സാഹചര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അമേരിക്ക വിചാരിച്ചത് ഇറാനെ ആക്രമിക്കാനായിട്ട് കപ്പലും എടുത്ത് വരുമ്പോൾ അറബ് രാജ്യങ്ങൾ മുഴുവൻ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നായിരുന്നു അമേരിക്കയുടെ ഒരു പ്രതീക്ഷ. കാരണം ആണവശക്തിയാണ്, ആണവ ഊർജം ഉപയോഗിച്ച് ഇറാൻ ഒരു ആണവശക്തിയായി മാറുന്നു. ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ അറബ് രാജ്യത്ത് പശ്ചിമേഷ്യക്ക് മുഴുവൻ ഭീഷണിയാണ്. ഇറാൻ അത് ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ വളർത്തും, അത് ഓരോ രാജ്യങ്ങളുടെയും നിലനിൽപ്പിനെ ബാധിക്കും എന്നൊക്കെയുള്ള തരത്തിൽ നിരന്തരമായി പ്രചാരണം നടത്തി ഇന്ത്യ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഇറാനെതിരെ തിരിക്കാനുള്ള ഒരു വലിയ നീക്കം അമേരിക്ക തുടക്കം മുതലേ നടത്തിയിരുന്നു. അതാണ് ഇറാൻ ആണവോർജ്ജം ഉണ്ടാക്കുന്നത് ലോകത്തിന് തന്നെ അപകടമാകും, തീവ്രവാദത്തിന് പ്രയോജനകരമാകും എന്നൊക്കെ പറഞ്ഞ് കുറേ ട്രംപ് പറഞ്ഞിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഈ ഒരു ഓപ്പറേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് മുതലേ ട്രംപ് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി പശ്ചിമേഷ്യയിൽ ശ്രമിച്ചിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഇറാനിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി ട്രംപ് പടക്കപ്പലുമായി വന്നപ്പോൾ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഒരു കാരണവശാലും ഇതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ജോർദാനാണ് അല്പമെങ്കിലും ഒരു അനുഭാവം ആകെ ഈ പറയുന്ന വിഷയത്തിൽ അമേരിക്കയോട് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അതാണെങ്കിൽ പോലും ഒരു പരിമിതിയുണ്ട്. കാരണം ജോർദാൻ എന്നൊരു ഒറ്റ രാജ്യത്തെ സൈനിക കേന്ദ്രം ഉപയോഗിച്ച് ഇറാനെ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ബ്രിട്ടൻ ആകട്ടെ, ബ്രിട്ടനുമായിട്ടൊരു സംയുക്ത കേന്ദ്രം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. ആ സംയുക്ത സൈനിക കേന്ദ്രം അടച്ചിടണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറാനെതിരെ ആക്രമിക്കരുത് എന്ന് ബ്രിട്ടൻ ആരാണ്? നാറ്റോ സഖ്യത്തിലെ അമേരിക്കയുടെ റൈറ്റ് ഹാൻഡാണ്. അവർ തന്നെ പറയുകയാണ്, ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല, അത് സ്ഥിതിഗതികൾ മോശമാക്കും. ഈ സ്ഥിതിഗതികൾ മോശമാക്കുമെന്ന് പറയുന്നത് ഇറാന്റെ തിരിച്ചടി തന്നെയാണെന്നേ.
ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ബ്രിട്ടനിട്ട് കിട്ടും. ഇസ്രായേൽ നോക്കുക, ഇസ്രായേൽ ഇപ്പോ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നെതന്യാഹു ഇന്നലെ പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിൽ നേരെ തിരിഞ്ഞു. ഇന്നലത്തെ നെതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയോ വിദ്യയെ? ഇന്നലെ നെതന്യാഹു പറഞ്ഞത്, ഞങ്ങളെ ആക്രമിച്ചാൽ ഇറാനെ ഞങ്ങൾ തിരിച്ചാക്രമിക്കും. ഇത്രയും കാലം പറഞ്ഞത് ഇറാനിലേക്ക് ഞങ്ങൾ അമേരിക്കയുമായി ഇറാൻ കരാറിൽ ഒപ്പിട്ടാലും ഇറാനെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേൽ ഇന്നലെ വൈകിട്ട് നിലപാട് നേരെ തിരിഞ്ഞു. എന്നിട്ട് നെതന്യാഹു പറയാണ്, ഞങ്ങളെ ഇറാൻ ആക്രമിച്ചാൽ ഞങ്ങൾ ഇറാനെ വെറുതെ വിടില്ല എന്ന നിലയിലേക്ക് ഇസ്രായേലിൻ്റെ നിലപാട് പോലും മാറി. കാരണം ഇസ്രായേലിന് നല്ല ഭയമുണ്ട്. ഇറാൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ആപത്കരമായ രീതിയിൽ തിരിച്ചടിക്കുക ഇസ്രായേലിനാണ് എന്ന് അവിടുത്തെ ഭരണകൂടത്തിന് നല്ല ബോധ്യമുണ്ട്. അവർ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ഇറാനെ ചൊറിഞ്ഞ് പണി മേടിക്കുമെന്ന് കരുതാൻ വയ്യ. പിന്നെ അമേരിക്ക ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഖാംനെയെയും മകനെയും വധിക്കാൻ അമേരിക്ക പ്ലാൻ ചെയ്തു എന്ന കഥകളൊക്കെ വരുന്നുണ്ട്. അതിനെയൊക്കെ ഇറാൻ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്ന നിലയിൽ വെല്ലുവിളിക്കുമ്പോൾ ഇനി ഒരു വഴിയുമില്ല. ഇപ്പോൾ ഇറാനിൽ കലാപം ഉണ്ടാക്കാൻ നോക്കി, അത് പൊളിഞ്ഞു. ഖാംനെയെ കൊല്ലാൻ നോക്കി, അത് പൊളിഞ്ഞു. ഇറാനിലേക്ക് കടന്നു കയറി അവിടെ ഖാംനെയെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി, അത് പൊളിഞ്ഞു. ഈ പടക്കപ്പൽ കൊണ്ടിട്ടിട്ട് ഇറാനെ പേടിപ്പിക്കാൻ നോക്കി, അത് പൊളിഞ്ഞു. മറ്റ് രാജ്യങ്ങളെ കൂടെ നിർത്തിയിട്ട് ഇറാനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചു, അതും പൊളിഞ്ഞു. അങ്ങനെ അമേരിക്ക ഇറാനെതിരെ നീക്കിയ സകലതും പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു വഴിയും അമേരിക്കയ്ക്കില്ല. അതിനിടയിലാണ് ഇപ്പോൾ അവിടുത്തെ സംയുക്ത സൈനിക മേധാവി ഇമാതിരി വർത്തമാനമായിട്ട്, ട്രംപിൻ്റെ നെഞ്ചത്തടിക്കുന്ന വർത്തമാനമായിട്ട് വന്നത്. ഇതോടുകൂടി ഉറപ്പിച്ചോളൂ, അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. കാരണം സ്വന്തമായിട്ടൊരു ഭൂമിയില്ല ആക്രമിക്കാൻ. ആ കടലിൽ കിടക്കുന്ന USS എബ്രഹാം ലിങ്കണിൽ നിന്ന് 4 വെടി അങ്ങോട്ട് വെച്ചാൽ 10 മിസൈൽ തിരിച്ചു വന്ന് ആ കപ്പൽ 5 മിനിറ്റ് കൊണ്ട് വെള്ളത്തിൽ പോകും. അത് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ ഒരു സന്നാഹവുമില്ല. സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിക്കരുത് എന്ന് അറബ് രാജ്യങ്ങൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെ നിന്ന് ആക്രമിക്കും? പിന്നെ എവിടെ നിന്ന് അറ്റാക്ക് ചെയ്യും? എവിടെ നിന്ന് ഇറാനെ വെല്ലുവിളിക്കും? എന്ത് കാണിച്ച് ഇറാനെ പേടിപ്പിക്കും? ഒരു കപ്പലാണുള്ളത്, അത് പോയാൽ പോയി. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സൈനിക മേധാവി തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. അതിൻ്റെ ഭാഗമായി ട്രംപിനെ ഉപദേശിക്കുന്ന നിലയിൽ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. അത് വാർത്താരൂപത്തിൽ പുറത്തുവിടുന്നു. അതിനുശേഷം അതിന്മേൽ വലിയ ചർച്ചയുണ്ടാകുന്നു. ഒടുവിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിധത്തിലുള്ള നടപടികളായതുകൊണ്ട് ഇറാനെ ഞങ്ങളിപ്പോൾ തൽക്കാലം ആക്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഇറാനെ ഞങ്ങൾ വെറുതെ വിടുന്നു, അല്ലെങ്കിൽ ഇറാനുമായി അവർ ഒരു കരാർ ഒപ്പിടുന്നു എന്ന് പറഞ്ഞ് അവർ നൽകുന്ന ഒരു കരാറിൽ ഒപ്പിട്ടിട്ട് ഇറാൻ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ തയ്യാറാക്കുന്ന ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ച് ട്രംപ് തടിയൂരാനാണ് സാധ്യത.